ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുന്നവര് അല്ലാഹുവേ ഒരു ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റിരിക്കുകയാണ്. ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ നാളെ നാണം കെടുത്തുന്നവനെ പോലെ അല്ലാഹു കൊണ്ടുവരികയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, നാളെ നാണം കെടുത്തിയിട്ട് പടച്ചറബ് കൊണ്ടുവരുന്ന രണ്ടാമത്തെ വിഭാഗമാരാ. ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു. പടച്ചവനെ, പള്ളിയിലെ ഖതീബ് എന്ന് പറയുന്നത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഇമാം ഇരിക്കുന്ന സ്ഥാനം ഇമാമിന്റെ പവർ കാണിക്കമടോ. പറയേണ്ടത് പറയണം. ജമാഅത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് വല്ലാത്ത ഒരു സ്ഥാനമാണ്. സെക്രട്ടറി എന്ന് പറയുന്നത് വല്ലാത്തൊരു സ്ഥാനമാണ്. പടച്ചവനെ, ആ ഉത്തരവാദിത്തങ്ങളിൽ അവര് വീഴ്ച വരുത്താൻ പാടില്ല. അത് രാജ്യം ഭരിക്കുന്ന കാര്യമാകട്ടെ, സംസ്ഥാനം ഭരിക്കുന്ന കാര്യമാകട്ടെ, ഒരു മഹല്ല് പരിപാലിക്കുന്ന കാര്യമാകട്ടെ, പടച്ചവനെ എന്തുമാകട്ടെ, അവനവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്താൻ പാടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ, ഞങ്ങളൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ കേന്ദ്രമന്ത്രിയോ ആരുമല്ല, MP അല്ല, MLA അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് പോലുമല്ല, പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്? ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഉപ്പമാരേ, നിങ്ങളൊരു ഭരണാധികാരിയാ. എവിടെയാണ് നിങ്ങൾ ഭരണാധികാരി എന്നറിയുമോ? നിങ്ങൾ എവിടത്തെ ഭരണാധികാരിയാണെന്നറിയോ? നിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് നീ. നിന്റെ ഭാര്യയുണ്ടല്ലോ, നിന്റെ മക്കളുണ്ടല്ലോ, അവരുടെ ഭരണാധികാരിയാണ് നീ. പടച്ചവരെ, നബിതങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. അല്ലാഹു അവന്റെ മുഖത്ത് നോക്കില്ല, അവരോട് കരുണ കാണിക്കില്ല, അല്ലാഹു അവരോട് സംസാരിക്കില്ല, അല്ലാഹു ഒരു പരിഗണനയും കൊടുക്കൂല. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നാണം കെട്ട് വരുന്ന രണ്ടാമത്തെ വിഭാഗമാരാ. അതൊരു വാപ്പയാണ്. ഏതു വാപ്പയെന്നറിയുവോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത വാപ്പാ. നിന്റെ ഭാര്യ ചെയ്യുന്നത് തെറ്റാണെന്ന് നിനക്കറിയാം, നിന്റെ മക്കള് ചെയ്യുന്നത് പാപമാണെന്ന് നിനക്കറിയാം, നീ തിരുത്തൂല. നിസാരമായി കാണുകയാണ്. നീ 5 വഖത്ത് നിസ്കരിക്കുന്നവനാകട്ടെ, നീ ഹജ്ജ് ചെയ്യുന്നവനാകട്ടെ, നീ എത്ര വലിയ നന്മ ചെയ്യുന്നവനാകട്ടെ, നാളെ നാണം കെടുത്തി അല്ലാഹു നിന്നെ പരലോകത്തേക്ക് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെയൊക്കെ ഭാര്യമാര് ഈ സദസ്സിലിരിക്കുന്ന സഹോദരങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ഭാര്യമാരെത്ര തെറ്റ് ചെയ്യുന്നവരാണ്? നിസ്കരിക്കാത്തവരില്ലേ? ശരീരം മറയ്ക്കാത്തവരില്ലേ? നമ്മുടെ മക്കളെ കുറിച്ച് ചിന്തിക്കടോ. നീ 5 വഖത്ത് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവനാണ്, നിന്റെ മക്കളെ നിസ്കരിക്കാറുണ്ടോ? സഹോദര, അവർക്ക് നിസ്കാരം നിർബന്ധമല്ലേ? 7 വയസ്സുള്ള ഒരാളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്നാണ്. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നമസ്കരിപ്പിക്കണമെന്നാണ്. എന്തേ വാപ്പാ നിനക്കത് ചെയ്യാൻ പറ്റാത്തത്? നീ വെളുപ്പാങ്കാലത്ത് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പള്ളിയിൽ വരുന്ന വാപ്പാ, ആ നിക്കാഹ് നടക്കുന്ന നിന്റെ വീടിന്റെ അകത്ത് നിങ്ങൾ കാണിക്കുന്ന രംഗങ്ങൾ സഹിക്കാൻ പറ്റുമോ? എന്തെല്ലാം അനാചാരങ്ങളാണ് സമുദായത്തിന് പോലും നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ വീടുകളിൽ നിന്ന് നിക്കാഹ് നടക്കുന്ന വേദികളിൽ ഇന്നെന്തെല്ലാം പേക്കൂത്തുകളാണ് നടക്കുന്നത്. ചോദിക്കുമ്പോ നീ പറയുന്ന മറുപടി, ഉസ്താദേ, ഞാൻ പറഞ്ഞ മക്കള് കേൾക്കൂല. എന്തൊരവസ്ഥയാ സഹോദരാ, നിന്റെ സ്വന്തം ഭാര്യയെ നിനക്ക് നന്നാക്കാൻ പറ്റുന്നില്ല, നിന്റെ മക്കളെ നന്നാക്കാൻ പറ്റുന്നില്ല. നീ പിന്നെ എങ്ങനെയാ നാട്ടുകാരെ നന്നാക്കുന്നത്? ആദ്യം സ്വന്തം നന്നാക്, നിന്റെ ഭാര്യയെ നന്നാക്ക്, നിന്റെ മക്കളെ നന്നാക്ക്. നീയല്ലേ അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത്, അവർക്ക് കഴിക്കാൻ
കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കുന്നത് നീയല്ലേ, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടത് മുഴുവനും കൊടുക്കുന്നത് നീയല്ലേ, നിന്റെ മക്കൾക്ക് വേണ്ടത് മുഴുവനും കൊടുക്കുന്നത് നീയല്ലേ, പിന്നെ എന്തുകൊണ്ട് നിനക്ക് കഴിയുന്നില്ല? പച്ചയായ ഹറാമ് നിന്റെ വീടുകളിൽ നടക്കുമ്പോ ഇത് പാപമാ, ഇത് പാപമാ, ഇത് ഈ വീടിന്റെ അകത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നാണം കെടുത്തിയിട്ട് അല്ലാഹു കൊണ്ടുവരുന്ന രണ്ടാമത്തെ വിഭാഗം തന്റെ ഭാര്യയും തന്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ട് തിരുത്തൂല. തന്റെ ഭാര്യയും മക്കളും, സ്വന്തം ഭാര്യ ഔറത്ത് പോലും മറയ്ക്കാതെ വസ്ത്രം ധരിച്ച് നടക്കുന്നു. വാഴതിന് വരുമ്പോ ഫർദയാ, വാഴതിന് വരുമ്പോ ഫർദയൊക്കെ ഇട്ട് നല്ലപോലെ നടക്കുന്നു. കുടുംബത്തിലൊരു കല്യാണം വന്ന് നോക്കിക്കെ ചുരിദാർ സാരി ഉടുത്തോണ്ട് നടക്കും. അപ്പൊ താത്താനോട് ചോദിക്കും, നീ എന്ത് ഫർദ ഇടാത്തെ? എടാ 5000ഉം 10000ഉം കൊടുത്ത് ചുരിദാർ വാങ്ങിച്ചിട്ട് അത് അകത്തിട്ടുകൊണ്ട് നടക്കാനുള്ളതാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റുകൾ തിരുത്താൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. മക്കൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഇന്ന് രാവിലത്തെ പത്രം കണ്ടതല്ലേ? 14 വയസ്സുള്ള ഒരു മകൻ തന്റെ ഉമ്മയുടെ കഴുത്തിൽ കത്തി കൊണ്ട് മുറിച്ച ഒരു രംഗം. ഗെയിം കളിക്കാൻ മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ തന്റെ ഉമ്മയുടെ കഴുത്തിൽ കത്തിയെടുത്ത് കുത്തിയ മകന്റെ വാർത്ത ഇന്ന് വായിച്ചവരല്ലേ? എന്തെല്ലാം അവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം അവസ്ഥ, ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ എന്തെല്ലാം. മക്കളെ നന്നാക്കാൻ മാതാപിതാക്കൾക്ക് സമയമില്ല, വാപ്പയ്ക്ക് മക്കളെ നന്നാക്കാൻ സമയമില്ല. നാട്ടുകാരുടെ മക്കളുടെ കാര്യം നോക്കാനാ വാപ്പയ്ക്ക് സമയം, സ്വന്തം മക്കളെ നന്നാക്കാൻ പറ്റുന്നില്ല. നിന്റെ ഉത്തരവാദിത്തമല്ലേ? അള്ളാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ നിന്റെ ഭാര്യ. അത് അല്ല നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് നിന്റെ ഭാര്യ. നിന്റെ മക്കൾ അത് അല്ല നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. നീയാണ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറയുന്ന രീതിയിൽ വളർത്താൻ നിന്നെ കൊണ്ട് കഴിയണം. ആ ഉത്തരവാദിത്തം നീ ഏൽക്കാതെ വന്നാൽ, ആ ഉത്തരവാദിത്തത്തിൽ നീ വീഴ്ച വരുത്തിയാൽ നാളെ അള്ളാഹു നിന്നോട് കരുണ കാണിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിനക്കറിയാം ടി.വി കാണുന്നത്, സിനിമ കാണുന്നത്, സീരിയൽ കാണുന്നത് ഇതൊക്കെ തെറ്റാണെന്നറിയാത്ത ആരാവുള്ളേ? എത്രയോ കാലം കൊണ്ട് ഉസ്താദന്മാര് വഅദ് പറയുമ്പോ പറയാറുണ്ട്, സീരിയൽ കാണരുത്, സീരിയൽ കാണരുത്, അതൊരു ലഹരിയാണ്, അത് മനുഷ്യൻ അത് അഡിക്റ്റാക്കി കളയും. ഓരോ ദിവസവും സീരിയൽ നിർത്തുമ്പോൾ നാളെ കാണാൻ കഴിയുന്ന രീതിയിൽ അവർക്കൊരാഗ്രഹമുണ്ടാക്കുന്ന രീതിയിൽ അത് നിർത്തുന്നത്. നമ്മുടെ വീടുകളിൽ ഇബാദത്ത് ഉണ്ടായിരുന്നു, ഇന്ന് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ അതിന്റെ മുമ്പിൽ പോയിരിക്കുന്നു. എത്രയോ കാലം കൊണ്ട് വഅദ് പറയുന്ന ഉസ്താദന്മാര് പറയുന്നു, ഇത് കാണരുത്, ഇത് മനുഷ്യന് നല്ലതല്ല. ഇപ്പൊ പറയുന്നു, പടച്ചവനെ അത് നല്ലതല്ല എന്ന്. ഇപ്പൊ പറയുന്നു, 2 സീരിയലിൽ കൂടുതൽ കാണാൻ പാടില്ല. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് സീരിയൽ കാണുമ്പോൾ അതിനകത്ത് ഒരു കുടുംബജീവിതം, ഒരു ഭാര്യ, ഭർത്താവ്, ഭർത്താവിന്റെ ഉമ്മ, ആ കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം മോശമായ സ്വഭാവങ്ങൾ, വൈരാഗ്യമുണ്ടാക്കുന്ന രീതികൾ. ഏത് സീരിയൽ നോക്കുമ്പോ അമ്മായിയമ്മയും മരുമകളും, അല്ലെങ്കിൽ എങ്ങനെയുള്ള നാത്തൂൻ, ഇങ്ങനെയുള്ളവരുടെ പോരുകൾ, ഇവരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സീരിയലിലൂടെ കാണിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ടാണ് ഇന്നത്തെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇരുന്ന് കണ്ടുപഠിക്കുക. അത് കണ്ടുപഠിക്കുന്നത് കൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർ, അവരുടെ ജീവിതത്തിൽ പല കുടുംബങ്ങളിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഇന്നത്തെ സീരിയലുകൾ ഒരു കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ, ഒരു ഭാര്യയും ഭർത്താവും, ഒരു ഉമ്മയും വാപ്പയും മക്കളും തമ്മിൽ, ഒരു സഹോദരനും സഹോദരിയും തമ്മിൽ ഇരുന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ, അത്രയും വളരെ മോശമായ രീതിയിലേക്ക് അത് മാറിയിരിക്കുന്നു. ഇതൊക്കെ തെറ്റാണെന്നറിയാത്ത ആരാവുള്ളത്? എന്നാലും എല്ലാവരുടെ വീട്ടിലേക്ക് ചേറി ചെല്ലുമ്പോൾ ബറക്കത്തിന് വലിയ TV വെച്ചിട്ടുണ്ട്. നീ പള്ളിയിലെ സെക്രട്ടറിയാ, പ്രസിഡന്റാ, ഹാജിയാരാ, പക്ഷേ നിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാര്യയും മക്കളും ഇരുന്നു കൊണ്ട് കാണുന്നു. അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ല, അത് തിരുത്തി കൊടുക്കാൻ കഴിയുന്നില്ല. നിന്റെ മകൻ കീറിയ പാൻറ്റുമിട്ട് ഔറത്തും തുറന്നിട്ടുകൊണ്ട് അവൻ നടക്കുന്നു. എടാ, ഇത് പാപമാടാ. ഒരാണിന്റെ ഔറത്ത് മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണ്, അത് തുറന്നിട്ടുകൊണ്ട് നടക്കരുത്. എടാ, നീ മാത്രമല്ലടാ, ഇത് കാണുന്നവര് കാണുന്നു, അവര് കണ്ണുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. അവരും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയണം. നീയെ ഇങ്ങനായി പോയി, നാട്ടുകാരെ കൂടെ എന്തിനാ പഴപ്പിക്കുന്നത്? ഇത് പറഞ്ഞു കൊടുക്കാൻ വാപ്പ തയ്യാറാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവർ, ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന പെണ്ണ്, അവൾ ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് നടക്കും, പക്ഷെ മക്കളിടുന്ന ജീൻസിന്റെ പാന്റും ടീഷർട്ടുമാ. ഈ ഉമ്മയ്ക്കറിയില്ലേ ഒരു മകൾ അത് ധരിച്ചാൽ ഉണ്ടാകുന്ന പ്രയാസം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല.
തിരുത്തി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ തിരുത്തി കൊടുക്കാതെ വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ വലിയ വലിയ നാശങ്ങളിലേക്ക് കടന്നു പോകുന്നു. ഇന്നത്തെ കല്യാണ വീടുകൾ, പണ്ട് നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത് വലിയ പുണ്യമായ കർമ്മമായിരുന്നു. എടോ, പെണ്ണ് കാണാൻ പോയി, ഒരു പയ്യൻ ഒരു വീട്ടിൽ പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ പോകുന്നത് നിക്കാഹ് കഴിക്കാനാ. ഇപ്പൊ കാലം മാറി, ഇപ്പൊ നിക്കാഹൊന്നും വേണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്യാണം ഉറപ്പിക്കുന്നതിന് വേണ്ടി പണ്ട് നമ്മുടെ വീടുകളിൽ നിന്ന് പെണ്ണുങ്ങൾ പോയിട്ട് ആ പെണ്ണിന്റെ ശരീരത്തൊരു സ്വർണ്ണമിടും കല്യാണം ഉറപ്പിക്കുന്നത് പോലെ. അത് പെണ്ണുങ്ങൾ മാത്രമാ പോകുന്നേ. ഇന്ന് കാലഘട്ടം മാറി. അന്ന് വീട്ടിൽ പോയിട്ട് പെണ്ണുങ്ങൾ, ഉമ്മയും സഹോദരിമാരും അവരെല്ലാവരും കൂടെ പോയിട്ട് പെണ്ണിന്റെ ശരീരത്തൊരു സ്വർണ്ണമിട്ട് ഒരു ഉറപ്പീര് പോലെ ഒരു വാക്ക് കൊടുക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ന് ഓഡിറ്റോറിയം എടുത്തിട്ട് വലിയ പരിപാടികളാ. ഇന്ന് പുതിയാപ്പളയും വരും. പണ്ട് നിക്കാഹ് കഴിക്കാൻ പോയിരുന്ന പുതിയാപ്പള ഇന്ന് സ്വർണ്ണമിടാൻ പെണ്ണുങ്ങൾ പോകുമ്പോ കൂടെ പോകും. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പന്തലും സ്റ്റേജും ഒക്കെ ഉണ്ട്. ഉടനെ പെണ്ണിന്റെ വാപ്പ വിളിക്കുന്നു, വാ മോനെ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കെറ്റിയിട്ട് 18ഉം 20ഉം കൊല്ലം പൊന്നുപോലെ വളർത്തിയ പൊന്നുമോളെ അടുത്ത് നിർത്തിയിട്ട് കേറി നിന്ന് ഫോട്ടോ എടുക്കടാ എന്ന് പറഞ്ഞ് ചാരത്ത് നിർത്തുന്ന വാപ്പ. അത് തിരുത്തി കൊടുക്കാൻ ഒരാളും തയ്യാറാകുന്നില്ല. നിക്കാഹ് കഴിക്കാതെ തൊടാൻ പാടില്ലല്ലോ, ഹറാമല്ലേ? ആര് പറഞ്ഞു കൊടുക്കാൻ? എന്ത് ഹറാം ഉസ്താദെ? അത് നിങ്ങൾക്ക് മാത്രം ഹറാമ്. അത് നിങ്ങൾക്ക് നാട്ടുകാരെ കാണിക്കാൻ ഒരു നിക്കാഹ് നടത്തി രജിസ്റ്റർ ചെയ്തു, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പോയാൽ എവിടേക്ക് എത്തുമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്ക്. എവിടേക്കാണ് നമ്മുടെ നാട് പോകുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, ഉസ്താദ് ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ പറ്റുമോ? ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ പറ്റും? ഇങ്ങനെ ആയിപ്പോയില്ലേ? എടാ ചങ്ങാതി, കാലഘട്ടത്തിന് ഒരു മാറ്റവുമില്ലടോ. മനുഷ്യനാ മാറ്റം, മനുഷ്യനാണ് മാറ്റം. നീ നാടോടുന്നതിനനുസരിച്ച് നീ ഓടരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, നീ നിൽക്കേണ്ട സ്ഥാനത്ത് നീ നിൽക്ക്. നിന്റെ വീട്ടിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുള്ള അവകാശം നിനക്കാ. ഒരു വീട്ടിൽ എന്ത് ചെയ്യണം, എന്താണ് അവിടുത്തെ നിലപാട്, നീ തീരുമാനിക്കണം. അത് വാപ്പയാ. ഭാര്യയ്ക്ക് പറയാൻ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പരിഗണിക്കേണ്ടത് പരിഗണിക്കണം, അല്ലാത്തത് ഒഴിവാക്കണം. അതല്ലാതെ അവിടെയും ഇവിടെയും അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ വീടുകളിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ അത് നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ നാണം കെട്ടവനെ പോലെ അള്ളാഹു പരലോകത്ത് കൊണ്ടുവരുന്ന രണ്ടാമത്തെ മനുഷ്യൻ ഒരു വാപ്പയാ, ഒരു പിതാവാ. അല്ലാഹുവേ, ആ പിതാവാരാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നൊരു ഭർത്താവാണ്. അവൻ ആരെന്നറിയുവോ? തന്റെ ഭാര്യയും തന്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്തവനാ. അത് നിസ്സാരമായി കാണുന്നവനാണ്, അതിനെ നിസ്സാരമായി കാണുന്നവനാണ്. അവനോട് അല്ലാഹു കരുണ കാണിക്കില്ലെന്ന് ആദരവായ എന്റെ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നില്ല. മൂന്നാമതായിട്ട് നബിതങ്ങൾ അവിടെന്ന് പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നാണം കെട്ടവരെ പോലെ കടന്നു വരുന്ന മൂന്നാമത്തെ വിഭാഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, നബിതങ്ങൾ അവിടെന്ന് പറയുന്നു, തജിദു മിൻ ശർരിന്നാസി യൗമൽ ഖിയാമ ഇൻദല്ലാഹി ദിൽ വജ്ഹൈൻ. നബിതങ്ങൾ അവിടെന്ന് പറയുന്ന മൂന്നാമത്തെ വിഭാഗമാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ്, ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ്, ഒരു പെണ്ണിനെ കൊണ്ടുവരികയാണ്. അവരുടെ അവസ്ഥ എന്തെന്നറിയുമോ? മൻ കാന ലഹു വജ്ഹാനി ഫിദ്ദുനിയാ കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിനന്നാർ. നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന മൂന്നാമത്തെ വിഭാഗമാരാ? അവർക്ക് രണ്ട് നാവുകളാണ്. അവരുടെ നാവിങ്ങനെ കീറി രണ്ടാക്കി വച്ചിരിക്കുകയാണ്. തീയാണ് സഹോദരാ, നരകത്തിന്റെ തീയാലുള്ള രണ്ട് നാവുകള്. അവരുടെ മുഖത്തു മാംസമില്ല, അവരുടെ മുഖത്തുള്ള മാംസങ്ങൾ മുഴുവനും ഇങ്ങനെ ഒഴുകുകയാണ്, വെന്തുരുകുകയാണ്. ദുർഗന്ധമടിക്കുന്ന കോലത്തില് അതാ പേ പിടിച്ച നായ കാണും
കാണാറുണ്ടല്ലോ, ആ നായ ഇങ്ങനെ നാക്ക് നീട്ടിയിട്ട് നടക്കുന്നത് പോലെ അല്ലാഹുവിന്റെ പരലോകത്ത് ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ്. അവന് 2 നാവാണുള്ളത്, 2 തീയാലുള്ള നാവുകൾ. അങ്ങനെ പുഴുത്തു നാറിയവരെ പോലെ കൊണ്ടുവരുന്ന 3ാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ദിൽ വജ്ഹൈൻ, 2 മുഖമുള്ളവരാ, 2 മുഖമുള്ളവരാ. പടച്ചവനെ, ആരാ 2 മുഖമുള്ളവരാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 2 മുഖമുള്ളവരെന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അല്ലാഹുവേ, ജനങ്ങളിൽ ഏറ്റവും വൃത്തികെട്ടവനായ മനുഷ്യന് അല്ലാഹ് തജിദു മിൻ ശർരിൻ നാസി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ജനങ്ങളിൽ ഏറ്റവും ശർറായവനവനാ. അവനാരെന്നറിയോ? പടച്ചവനെ, ജനങ്ങളുടെ കൂടെ കൂടുമ്പോ, ഉസ്താദിന്റെ കൂടെ കൂടുമ്പോ പറയും, ഉസ്താദേ, നിങ്ങൾ വന്നിട്ട് ഒരുപാട് വർഷമായി, നിങ്ങൾ നല്ല മനുഷ്യനാണ്, നിങ്ങൾ വന്നതിന് ശേഷമാണ് ഈ മഹല്ല് ഇങ്ങനെയായത്. ഉസ്താദിനെ കാണുമ്പോ ഉസ്താദിന്റെ കൂടെ കൂടുമടോ? പടച്ചവനെ, അതാ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് തിരിച്ചു നടക്കുമ്പോ കമ്മിറ്റിക്കാരെ കാണുകയാണ്. പടച്ചവൻ അവരോട് പറയുന്ന, നിങ്ങൾ നല്ലവനാണ്, ഈ ഖതീബാണ് ഇവിടത്തെ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത്. അല്ലാഹുവേ, അവനവന്റെ കൂടെ കൂടുകയാണ്. ഇവന്റെ കൂടെ കൂടുമ്പോ അവന്റെ കൂടെ, മറ്റവന്റെ കൂടെ കൂടുമ്പോ അവന്റെ കൂടെ, 2 പേരുടെയും കൂടെ നിന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ട് തമ്മിലടിപ്പിക്കുന്നവരുണ്ടല്ലോ, യേശനി പറയുന്നവരുണ്ടല്ലോ, പരദൂഷണം പറയുന്നവരുണ്ടല്ലോ, പരസ്പരം തമ്മിലടിപ്പിക്കുന്നവരുണ്ടല്ലോ. സ്നേഹത്തോടെ ജീവിക്കുന്ന ഭാര്യയും ഭർത്താവിനെയും പരസ്പരം തമ്മിലടിപ്പിക്കുകയാ, കൂടപ്പിറപ്പുകളെ തമ്മിലടിപ്പിക്കുകയാ, കൂട്ടുകാരെ തമ്മിലടിപ്പിക്കുകയാ, കുടുംബങ്ങളെ തകർക്കുകയാ, മഹല്ലുകളെ തകർക്കുകയാ. പടച്ചവനെ, എല്ലാവരുടെ കൂടെ കൂടുമടോ? ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞ നാട് മുഴുവനും പറന്നുകൊണ്ട് നടക്കുകയാണ്. യേശുവേ പറയുകയാ, പരദൂഷണം പറയുകയാ. വേണ്ട സഹോദരാ, ആ 2 മുഖം വേണ്ട സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, നാളെ പരലോകത്ത് കടന്നു വരുമ്പോ 2 നാവുകളാണ്, നരകത്താലുള്ള 2 നാവുകൾ. പൊഴുത്തു നാറിയവനെ പോലെ അവനെ കാണുമ്പോ ജനങ്ങൾ ഓടുകയാ. ദുർഗന്ധമടിക്കുന്ന രീതിയിൽ അല്ലാഹു അവനെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സിറാജ് ഉസ്താദിനെ കാണുമ്പോ പറയും, ഉസ്താദേ, അൽഹംദുലില്ലാ, നിങ്ങൾ നല്ല വഅ്ള് പറയുന്ന ആളാ, നിങ്ങൾ വല്ല വഅ്ള് പറയുന്ന ആളാ. പടച്ചോനെ, നിങ്ങളുടെ വഅ്ള് ഞാൻ എപ്പോഴും കേൾക്കാം, നല്ല ഇഷ്ടമാ ഉസ്താദേ. അങ്ങോട്ട് മാറുമ്പോൾ പറയും, ഓനൊക്കെ വെറുതെടാ, ചുമ്മാതെ, ഓനൊക്കെ ചുമ്മാതെ വന്നിട്ട് ലക്ഷങ്ങൾ പറഞ്ഞ് പിരിച്ചിട്ട് തന്നെ കമ്മീഷനും വാങ്ങിച്ചിട്ടാ പോണേ. അങ്ങോട്ട് തിരിയുമ്പോ പറയും. പള്ളിയിലെ ഖതീബിനെ കാണുമ്പോ പറയും, ഖതീബിനെ കാണുമ്പോ പറയും, ഉസ്താദ്, നിങ്ങൾ വന്നിട്ടാ ഈ മഹല്ല് ഇങ്ങനായ, നിങ്ങളെ പോലെ ഒരു ഇമാമ കയ്യൊന്ന് തന്നെ മുത്തട്ടെ, കെട്ടിപ്പിടിച്ച് മുത്തും. അങ്ങോട്ട് മാറിയിട്ട് പറയും, പ്രസിഡന്റിനെ കാണുമ്പോ ഇങ്ങനെ പറഞ്ഞു വിടാറായില്ലേ, കൊല്ലം കുറെ ആയില്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെ തമ്മിലടിപ്പിക്കാൻ പറ്റും? കാണുമ്പോ പറയാം, അളിയ ഞാൻ നിന്റെ കൂടെ, അങ്ങോട്ട് തിരിയുമ്പോ പറയും മാറി. 2 മുഖമുള്ളവർ, 2 മുഖമുള്ളവർ. എടാ, ഒരു ഭാര്യയും ഭർത്താവും ജീവിച്ചുകൊണ്ടിരിക്കും, അവരുടെ ഇടയിൽ പോയിട്ട് 2നെയും 2 തട്ടാക്കും, എന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. 2 കൂട്ടുകാരെ തമ്മിലടിപ്പിച്ച് കഴിയുമ്പോൾ ഒരു സമാധാനം. കൂടപ്പറപ്പുകളെ, എടാ മരിച്ചാ പോലും എൻ്റെ വീട്ടിൽ കയറല്ലേ എന്ന് പറയുന്ന അവസ്ഥയിലെത്തി എത്തിക്കും ചില ആൾക്കാർ. അങ്ങനെ ചിലർക്ക് ചില വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ പത്രത്തിൽ കൊടുക്കണ പോലെ, ഒരാളറിഞ്ഞാൽ മതി, പിന്നെ നാട് മുഴുവൻ അറിഞ്ഞതുപോലെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, ഒരാളറിഞ്ഞാൽ മതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു പെണ്ണറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരക്കഥയാടോ, കഥകളാ. ആകെ പറയുന്ന ചെറിയൊരു കാര്യം, പിന്നെ നോക്കുമ്പോൾ സിനിമാ കഥകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള തിരക്കഥകൾ ഓരോരുത്തരും ഷെയർ ചെയ്യുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് വറക്കത്തിന് തിരിട്ട് കൊടുക്കും. എല്ലാവരും ഓരോ വാക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോവാ, കാലഘട്ടം അങ്ങനെയാ. ഒരു വാർത്ത കിട്ടിയാ മതി, അത് സത്യമാണോ എന്നൊന്നും ആരും നോക്കത്തില്ല. കാള പറ്റൂ 5 ഗ്രൂപ്പിലിട്ടും. കാള പറ്റൂ എന്ന് കേൾക്കുമ്പോ അടുത്തുള്ള 5 മൊബൈലിലുള്ള 5 വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ടാ ചിന്തിക്കണം, അല്ല കാളയല്ലേ, അത് പ്രസവിക്കൂല. അപ്പത്തേക്കെല്ലാം പോകേണ്ടത് എത്തിക്കഴിഞ്ഞു, എത്തേണ്ടവർക്ക് എത്തിക്കഴിഞ്ഞു.
എന്റെ പ്രിയട പറയുന്നത് സത്യമാണോ? അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ച് ആരും ആലോചിക്കുന്നില്ല. എടോ, ഈ ഒരു വിഷയത്തിൽ എല്ലാരും കണക്ക് തന്നെയാണ്. ഇങ്ങനെയുള്ള വിഷയത്തിൽ, ഈ ഏഷണിയും പരദൂഷണവും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിൽ അവിടെ ആലിമെന്നോ ജാഹിലെന്നൊന്നും ഇല്ല, എല്ലാവരും കണക്ക് തന്നെയാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഖുർആൻ പറയുന്നു, നീ സൂക്ഷിക്കണം, നീ സൂക്ഷിക്കണം. നിനക്കറിയാത്ത കാര്യം നീ പറയരുത്, നിനക്കുറപ്പില്ലാത്ത കാര്യം നീ പറയരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ നബഉ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുക, എടോ, നിന്റെ അടുക്കൽ ഒരു വാർത്തയുമായിട്ടൊരു മനുഷ്യൻ വന്ന, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾക്കും അടുത്തോടോ? നിങ്ങൾക്കും അടുത്തോ? സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും സുഖമില്ല. ഒന്നാമത് പനിയും കഫക്കെട്ടും. ഇന്നലെ വയനാട് നിന്നിട്ട് നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ചിട്ട് മഞ്ഞു കൊണ്ടിട്ട് ഒട്ടും വയ്യ. എന്തെന്നറിയില്ല, ഇന്ന് രാവിലെ കിടന്നുറങ്ങിയപ്പോൾ ശരീരത്ത് എവിടെയോ ഒന്ന് കയറി ലോക്കായി. സത്യം പറഞ്ഞാൽ എനിക്ക് അനങ്ങാൻ വയ്യ, കയ്യും കാലും ഒന്ന്, ശ്വാസം പോലും നല്ല രീതിയിൽ വിടാൻ കഴിയുന്നില്ല. അള്ളാഹു നമുക്ക് ശിവ നൽകുമാറാകട്ടെ. പക്ഷെ ഇവരെ വിളിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞാൽ അവര് പറയും മരിച്ചാലും ഒന്ന് കൊണ്ട് വെച്ചിട്ട് പോകാൻ പറയും. ഡേറ്റ് കൊടുത്താലുള്ള അവസ്ഥ എന്താ? മരിച്ചു അന്നാ ഒന്ന് മയ്യത്ത് കയറ്റി വെച്ചിട്ട് പോകും, ഇതാ അവസ്ഥ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സത്യം പറഞ്ഞാൽ ശ്വാസം വിടാൻ തന്നെ നല്ല പ്രയാസമുണ്ട്. അള്ളാഹു രോഗങ്ങൾക്കൊക്കെ ശിവ നൽകുമാറാകട്ടെ. ഒരാമീൻ പറയടോ. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ ഒന്ന് അടുത്തിരിക്കുമോ? ഞാനൊന്ന് ഇരുന്നോട്ടെ, ഇരുന്ന് പറഞ്ഞോട്ടെ. എനിക്ക് കൊറോണ ഒന്നുമില്ല. ഇങ്ങോട്ട് അടുത്തിരുന്ന എല്ലാവരും വാ, ഇങ്ങോട്ട് കയറിക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് അടുത്തിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വാർത്തയുമായിട്ട് നമ്മുടെ ഒരാൾ നമ്മുടെ അടുക്കൽ വന്നു. ചിലപ്പോൾ താടി കാണും, ചിലപ്പോൾ തഴമ്പുണ്ടാകും, ചിലപ്പോൾ ഇമാമാകും, ചിലപ്പോൾ പ്രസംഗിക്കുന്ന ആളായിരിക്കും. ആരുമാകട്ടെ, അല്ലാഹ് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ. ഒരു മോശമായ ഒരാൾ, ഒരു വൃത്തികെട്ടവൻ, അവൻ ഏത് കോലത്തിലും വരും, അവൻ ഏത് രൂപത്തിലും വരും. ചിലപ്പോൾ കയ്യിൽ തസ്ബീഹും പിടിച്ചുകൊണ്ട് നടക്കണ, ഹിജാബും അതിന്റെ മുകളിൽ കൂടെ വേറെ എന്തെങ്കിലും ഇടാൻ പറ്റുന്ന അങ്ങനത്തെ താത്തായിരിക്കും, ബീവി എന്ന് പറയും ചിലപ്പോ. ആരുമാകട്ടെ, ഒരാൾ വാർത്തയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നൊരു കാര്യം പറഞ്ഞ, നീ അത് ആരോടും പറയരുത്, നീ ആരോടും അത് പറയരുത്. കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ആ കേട്ടത് 4 പേരോട് പറഞ്ഞു ഒരാളെ നാണം കെടുത്തി. ആ നാണം കെടുത്തിയതിന് ശേഷമാണ് നിനക്ക് തോന്നുന്നത്, പടച്ചവനെ ഇത് വെറുതെ ആയിരുന്നല്ലോ അല്ലാ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിന്റെ വായിക്കകത്ത് കൈയിട്ട് കടിക്കേണ്ടി വരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടോ, കൺഫേം ഇല്ലാതെ ഒരു കാര്യം പറയരുത്. ഒരു ഉദാഹരണം, പച്ച ഉടുപ്പിട്ട ചങ്ങാതി, അവനെ ഇരുത്തടാ, നീ എന്താടാ ഇരിക്കാത്ത? ചങ്കിന്റെ കൂടെ ഇരിക്കത്തുള്ളൂ, ഇരുന്നോ കേട്ടോ. മഹാനായ സയ്യിദുന അബൂ തൽഹ റളിയല്ലാഹു തആല, ഞാൻ ഒരു ചരിത്രം പറഞ്ഞുതരാം. അബൂ തൽഹ റളിയല്ലാഹു തആല രാത്രിയിൽ ഇശാ നിസ്കാരം എല്ലാം കഴിഞ്ഞ് താമസിച്ചിട്ടാണ് അന്ന് വീട്ടിൽ പോകുന്നത്. അബൂ തൽഹ റളിയല്ലാഹു തആല താമസിച്ച് ഇങ്ങനെ വീട്ടിൽ പോകുമ്പോ ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഒരാള് തലയിൽ തുണി ഇട്ടിട്ട് ഇങ്ങനെ പതുങ്ങി പതുങ്ങി പോകുന്നു. ആ പോക്ക് കണ്ടാൽ തന്നെ അറിയാൻ നല്ലതല്ലാന്ന്. അപ്പൊ ഈ മനുഷ്യൻ ചിന്തിക്കുന്നു, ആരാ അല്ലാ ഇത്? ഉമർ രാജ്യം ഭരിക്കുന്നത്, സാധാരണ ആരുമല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല രാജ്യം ഭരിക്കുമ്പോ ഇത് ആരല്ല ഈ പാതിരാത്രി ഇങ്ങനെ തലയിൽ തുണിയിട്ട് പോണേ? അന്ന് നോക്കണമല്ലോ, അതാരാന്നറിയണമല്ലോ, കൂടെ പോയി. അങ്ങനെ നടന്ന് 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 ആരാരുമില്ലാതെ ഒറ്റയ്ക്കുള്ള ഒരു വീടിന്റെ മുമ്പിൽ പോയി. ആരുമില്ലാതെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു വീടിന്റെ മുമ്പിൽ പോയി. പടച്ചവനെ, ഈ അബൂ തൽഹ റളിയല്ലാഹു തആല പുറകിൽ ഇങ്ങനെ പോയി, ആരാന്നറിയണില്ല. അങ്ങനെ ഈ അബൂ തൽഹ തങ്ങളെ നോക്കുമ്പോ ഈ വീടിന്റെ മുമ്പിൽ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിഞ്ഞു നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, ആരുമില്ല. അനുവാദം പോലും ചോദിക്കാതെ വാതില് തുറന്നിട്ട് അകത്തേക്ക് കയറി. അപ്പൊ ആ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ഈ കേറിപ്പോകുന്ന ആളുടെ മുഖം കണ്ടു. ആരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി രാത്രി തലയിൽ തുണിയിട്ടൊരു വീട്ടിൽ കയറി പോകുന്ന രംഗം അബൂ തൽഹ തങ്ങളുടെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. ഉമറോ അല്ലാ, ഉമറോ അല്ലാ. ആരാ അല്ലാ ഉമറിനെ കീഴ്പ്പെടുത്തിയ ആ പെണ്ണാരാ? അള്ളാഹുവേ, ഉമറിന്റെ മനസ്സിൽ കയറിയ പെണ്ണാരാ? അബൂ തൽഹ തങ്ങൾ ഇങ്ങനെ ചിന്തിക്ക, കയ്യും കാലും വിറയ്ക്കുന്നുണ്ട്.
പക്ഷെ ആരെയും വിളിച്ചു കൂട്ടുകയോ ഒന്നും ചെയ്തില്ല. അത് നമ്മുടെ സ്വഭാവം. കണ്ടാൽ തന്നെ പിന്നെ നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടും. അത് നമ്മുടെ സ്വഭാവം. അബൂ തൽഹ റളിയല്ലാഹു തആല മിണ്ടിയില്ല, പുറത്തിങ്ങനെ കാത്തു നിന്നു. ഒരുപാട് സമയമായിട്ടും പുറത്തിറങ്ങി വരാതെ വന്നപ്പോ ആ വീടിനൊരടയാളം വെച്ചിട്ട് അബൂ തൽഹ തങ്ങൾ വീട്ടിൽ പോയി. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അങ്ങനെ അവസാനം എപ്പോഴോ ഉറക്കം വന്നു. നേരം വെളുത്തു പള്ളിയിലേക്ക് ഓടി ചെന്നപ്പോ ഇമാമത്ത് നിൽക്കുന്നതാരാ? ഇന്നലെ രാത്രി ഒളിച്ചൊരു വീടിനകത്ത് കയറിയ ചങ്ങാതിയ ഇമാമ നിൽക്കണേ. പുറകിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ലടോ, ഒരു മനസ്സിന് സമാധാനം ഇല്ല. സലാം വീട്ടി അബൂ തൽഹ റളിയല്ലാഹു തആല മിണ്ടാതെ പള്ളിയിൽ നിന്നിറങ്ങി ആ അടയാളം വെച്ച വീട്ടിൽ പോയി. ആ അടയാളം വെച്ച വീട്ടിൽ പോയി അബൂ തൽഹ റളിയല്ലാഹു തആല വീടിന്റെ പുറത്ത് നിന്നുകൊണ്ട് സലാം പറഞ്ഞു. പടച്ചവനെ, അവിടെ നിന്ന് നോക്കുമ്പോ അകത്ത് നിന്ന് കേൾക്കുന്നത് ഒരു പെണ്ണിന്റെ ശബ്ദമാ. അപ്പൊ പെണ്ണാണെന്നുറപ്പായി. ആ വീടിന്റെ അകത്തൊരു പെണ്ണാണെന്നുറപ്പായി. തിരിച്ചു പോയില്ല, ആരോടും പറഞ്ഞില്ല. അബൂ തൽഹ തങ്ങൾ ചോദിച്ചു, ഞാൻ കേറി വരട്ടെ? അനുവാദം ചോദിച്ചു. വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു പ്രായം ചെന്ന ഒരു ഉമ്മ കിടക്കുകയാണ്. ഒരു പ്രായം ചെന്ന ഉമ്മ കിടക്കുന്നു. അബൂ തൽഹ റളിയല്ലാഹു തആല ചോദിച്ചു, ഉമ്മാ ഇന്നലെ ഇവിടെ വന്നത് ആരാ ഉമ്മ? എന്താ ഉമ്മ ഇന്നലെ രാത്രി ഒരാൾ ഇവിടെ വന്നത്? അപ്പൊ പറഞ്ഞു, മോനെ, എല്ലാ ദിവസവും ഒരാൾ വരും, എന്നെ കുളിപ്പിക്കും, എന്റെ മൂത്രവും കാഷ്ടവും കഴുകും, എന്റെ വസ്ത്രം കഴുകിത്തരും, എനിക്ക് ഭക്ഷണം വെച്ച് തന്നിട്ട് തിന്നാനും പല്ലില്ലാത്തത് കാരണം ആ മോൻ വായിക്കകത്തിട്ട് ചവച്ചരച്ചിട്ട് എനിക്ക് ഭക്ഷണം വാരിത്തരും. ആ ഉമ്മയോട് അബൂ തൽഹ തങ്ങൾ ചോദിച്ചു, അത് ആരാണെന്നറിയോ? എനിക്കറിയില്ല മോനെ, എനിക്കറിയില്ല ആരാണെന്ന്. എത്രയോ നാളുകൊണ്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, മോനെ നീ ആരാ, നീ ആരാ? അത് മാത്രം പറഞ്ഞു തരുന്നില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല പറഞ്ഞു, ഉമ്മ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു, അത് ഉമർ തങ്ങളാ. അബൂ തൽഹ തങ്ങൾ ഇറങ്ങി ഓടി. അബൂ തൽഹ റളിയല്ലാഹു തആല ഇറങ്ങി ഓടി. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പൊരുത്തം തരണം. കാരണം കുറച്ചു നേരം ഞാൻ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിച്ചു പോയി. നിങ്ങളൊരു പാവിയാണെന്ന്, നിങ്ങളൊരു മോശക്കാരനാണെന്ന് ഒരല്പനേരമെങ്കിലും ഞാൻ ചിന്തിച്ചു പോയി. എനിക്ക് പൊരുത്തം തരണേ എന്ന് കൈപിടിച്ച് കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിച്ചു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കേവലം ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഈ വാരത്തിന്റെ പരിസരത്തുള്ള ഒരു പെൺകുട്ടി ഒരു അമുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് നിങ്ങൾ കരുതുക. എന്നാൽ തിരുവനന്തപുരത്ത് കിടക്കുന്ന, പത്തനാപുരത്ത് കിടക്കുന്ന എനിക്ക് വരെ അറിയാം. വാട്സപ്പിലൂടെ ഫോട്ടോ സഹിതം വിട്ടിട്ട് നിങ്ങൾ പറയും ഒളിച്ചോടിപ്പോയെന്ന്. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ നാട്ടിലെ ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയത് ആ കുടുംബവും ആ നാടുമല്ല, കേരളം മുഴുവനും അറിയുന്ന രീതിയിൽ എല്ലാവരും ഷെയർ ചെയ്യും, ഫോട്ടോ ഉൾപ്പെടെ. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്ക്, ആ ചെയ്തു പോയ പെണ്ണ് അള്ളാഹുവിന്റെ മുമ്പിൽ എനിക്ക് അബദ്ധം പറ്റിപ്പോയി പടച്ചവനെ, എനിക്ക് പുറത്തുതാ എന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തു. ആ പെണ്ണ് അള്ളാഹുവിന്റെ മുമ്പിൽ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അള്ളാഹു ആ പെണ്ണിന് പുറത്തു കൊടുക്കും. ആ പെണ്ണ് തെറ്റിതിരുത്തി റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തു, നന്നായി തെറ്റിതിരുത്തി. നീ എന്ത് ചെയ്യും? ഈ വാട്സപ്പിൽ ഷെയർ ചെയ്തവന്മാര് മുഴുവനും എവിടെ പോയി തൗബ ചെയ്യും? നിങ്ങൾ എവിടെ പോയി പൊരുത്തം ചോദിക്കും? അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബാലയത്തിൽ പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. ആ പെണ്ണിനോട് തന്നെ നിങ്ങൾ പൊരുത്തം ചോദിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് എപ്പോഴും ശ്രദ്ധിക്കാൻ പറയുന്നത്. അത് നിസാരമായ കാര്യമല്ല. ഒരാളെ നാണം കെടുത്തുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സിറാജെ ചെയ്തതല്ലേ പറഞ്ഞുള്ളൂ? അതൊരു വല്ലാത്ത ചോദ്യവാ. ചെയ്തതല്ലേ പറഞ്ഞുള്ളൂ. എടാ, ചെയ്തത് പറഞ്ഞെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നിസാരമായിട്ടോ കാര്യമല്ല. എന്റെ പെണ്ണുങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങളെല്ലാം കൂടെ, അയൽവാസികളെല്ലാം കൂടെ ഒരുമിച്ച് കൂടുമ്പോ നിങ്ങൾ കഥ പറയുന്നത് നിങ്ങൾ വല്ലാതെ ശ്രദ്ധിക്കണം. എടോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളെ നാണം കെടുത്താൻ പാടില്ല. നിങ്ങൾ ചിന്തിക്ക്, ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ സങ്കല്പിക്ക്. നിങ്ങളെല്ലാവരും അറിഞ്ഞു ഞാനൊരു പാപം ചെയ്തു, കള്ളു കുടിച്ചെന്നോ അല്ലെങ്കിൽ വ്യഭിചരിച്ചെന്നോ നിങ്ങൾ അറിഞ്ഞു. നിങ്ങളെല്ലാവരും എന്നെ കണ്ടു, നിങ്ങളെല്ലാം അറിഞ്ഞു. അങ്ങനെ കുറേ നാള് കഴിഞ്ഞു. ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ പശ്ചാത്തപിച്ചു മടങ്ങി, പടച്ചവനെ എനിക്ക് പറ്റിപ്പോയി, റബ്ബേ നീ പുറത്തു താ. അല്ല കരുണയുള്ളവന്, അല്ല പുറത്തു തന്നു. പക്ഷെ പിന്നീട് ഒരു സമയത്ത് ഞാൻ ഇവിടെ വന്നപ്പോ നിങ്ങൾ പറയാ, പണ്ട് പിടിച്ചവനവൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും എന്നെ കളിയാക്കിയാൽ നിങ്ങൾ എഴുതി വെച്ചോ, എടോ ഒരാളെ 4 പേരുടെ മുമ്പിൽ നിങ്ങൾ നാണം കെടുത്തിയാൽ 40 പേരുടെ മുമ്പിൽ അള്ളാഹു നിങ്ങളെയും നാണം കെടുത്തും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.
ഇവിടെ 4 പേരുടെ മുമ്പിൽ ഒരാണാകട്ടെ, പെണ്ണാകട്ടെ, കുടിയനാകട്ടെ, വ്യഭിചാരിയാകട്ടെ, കൊലപാതകയാകട്ടെ, അവൻ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നിങ്ങൾ 4 പേരുടെ മുമ്പിൽ അവൻ തൗബ ചെയ്ത് നന്നായി 4 പേരുടെ മുമ്പിൽ നീ അവനെ നാണം കെടുത്തിയ അവൻ അല്ലാഹു പുറത്തു കൊടുക്കും. നീ ഓർത്തിരുന്നോ, നീ വീടിന്റെ അകത്തിരുന്ന് ചെയ്താലും അള്ളാഹു അത് നാട്ടുകാരെ അറിയിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സൂക്ഷിക്കണം, ഭയക്കണം. നിസ്സാര കാര്യമല്ല. നീ ആരും അറിയാതെ രഹസ്യമായി വീടിന്റെ അകത്തിരുന്ന് ചെയ്താലും അത് പരസ്യമാക്കും അല്ലാഹ്, അത് നാട്ടുകാരെ അറിയിക്കും അല്ലാഹ്. കാരണം നീ ഒരു മനുഷ്യന്റെ കണ്ണ് നനയിച്ചവനാ, ഒരാളെ നാണം കെടുത്തിയവനാ. അത് അത്രയ്ക്കും വലിയ പാപവാ, ചെറുതൊന്നുമല്ല. അത് ചെറുതൊന്നുമല്ല. നമുക്കത് ചെറുതായി പോയി. അതുകൊണ്ട് എങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാ, ഇറച്ചി തിന്നാനൊരു സുഖവാ. കണ്ടവന്റെ ഇറച്ചി ഇങ്ങനെ പച്ച ഇറച്ചി തിന്നുന്നത് വല്ലാത്ത ഒരു രസമാ. അവിടെ ഇവിടെയും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ പറയും പടച്ചവന്. ചില വാപ്പാമാര് നിസ്കാരം കഴിഞ്ഞു, വാപ്പാനെ കാണുമ്പോ വലിയ സങ്കടവാ. വേച്ച് പള്ളി വരും, കമ്പം കുത്തിയാ വാപ്പ വരുന്നേ. നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് അസർ കഴിയുമ്പോ പള്ളിയുടെ പടിയിൽ അങ്ങോട്ട് ഇറങ്ങി ഇരുന്നിട്ട് അങ്ങോട്ട് തുടങ്ങും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങോട്ട് ഇരുന്ന് അങ്ങോട്ട് പറയാൻ തുടങ്ങും. 4 പെണ്ണുങ്ങൾ കൂടി കഴിഞ്ഞാൽ പറയാൻ തുടങ്ങും. കല്യാണം മുടക്കുന്നവരില്ലേ? കല്യാണം ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ കല്യാണം മുടക്കുന്നു ഉസ്താദേ, ഒന്ന് പറയണേ എന്ന്. എന്ത് പറയാനാ? മുടക്കുന്നത് മുടക്കട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കല്യാണം ഇവിടെ അങ്ങനെ ഉണ്ടോ? കല്യാണം മുടക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ? മുടക്കട്ടെടാ ചങ്ങാതി. എടാ, നമ്മളെ എന്തെല്ലാം പറയുന്നു ആൾക്കാർ, നമ്മളെ കുറിച്ച് പറയുന്നവന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. എന്നെ കുറിച്ച് പറയുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ എന്താ ആമീൻ പറയാൻ മടിക്കുന്നേ? ഓ നശിക്കാൻ വേണ്ടി ദുആ ചെയ്യണോ? വേണ്ടടോ, ഓൻ ആഫിയത്തും ദീർഘായുസ് ഉണ്ടാകട്ടെ. അവൻ പറയണ എന്താ? സിറാജ, നീ ചെയ്യുന്ന നന്മ കൊണ്ട് എന്തായാലും സ്വർഗത്തിൽ പോത്തില്ല, എന്റെയും കൂടെ തരാമെന്ന് പറയുമ്പോ വേണ്ടെന്ന് പറയുന്നത് എന്തിനാ? എടാ, നിങ്ങളോട് ഒരാൾ പറയാ നീ ചെയ്യുന്ന നന്മ കൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല, എന്റേത് കൂടെ തരാം, വേണ്ടാന്ന് പറയുന്നത് എന്തിനാ? ഓൻ എത്ര നിസ്കരിച്ചാലും, എത്ര സദക്ക കൊടുത്താലും, എത്ര നോമ്പ് പിടിച്ചാലും അത് നമുക്കുള്ളതാ. അപ്പൊ ഓൻ നല്ലപോലെ ചെയ്യട്ടെ. അള്ളാഹു ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.